ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ഭാഗത്ത് കുറേ പദ്ധതികൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഹോം ഷോപ്പി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഹോം ഷോപ്പി എന്ന് പറയുന്നത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുടുംബശ്രീ സംരംഭങ്ങളുണ്ട്, അവിടെ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ എത്തിച്ചിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഹോം ഷോപ്പി എന്ന് പറയുന്നത്. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ച് നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പി എന്ന് പറയുന്ന പദ്ധതി. മറക്കരുത്, കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വീടുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് ഹോം ഷോപ്പി. ഹോം ഷോപ്പി എന്നാണ് പദ്ധതിയുടെ പേര്. ഇനി അടുത്തത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളി കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുവാനായിട്ട് ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുക. അതിനുവേണ്ടി കുടുംബശ്രീ ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. മലയാളി കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്താനായിട്ട് ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ തുടക്കം കുറിക്കുന്നത് കുടുംബശ്രീയാണ്. മലയാളി കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുവാനായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന ആ ഒരു ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് കുടുംബശ്രീയാണ്. മലയാളി കുടുംബങ്ങളിലെ സന്തോഷ സൂചി ഉയർത്തുവാനായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ തുടക്കം കുറിക്കുന്നത് കുടുംബശ്രീ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിമുക്തി എന്ന് പറയുന്ന പദ്ധതി. എത്രയോ പരീക്ഷയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ലഹരി വിമുക്തമാക്കാനായിട്ട്, നമ്മുടെ സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പ് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന വിമുക്തി. നിലവിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ആണ്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്ത വിമുക്തി എന്ന പദ്ധതിയാണ് സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാനായിട്ട്. അപ്പൊ ലഹരി വിമുക്തം എന്നതിൽ തന്നെ വിമുക്തി നമുക്ക് പിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആര് നടപ്പിലാക്കുന്നതാണ്? അപ്പൊ അത് ആരുമായി ബന്ധപ്പെട്ടായിരിക്കും? എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. MP രാജേഷ് ആണ് നിലവിലെ നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് കുടുംബശ്രീയും അതേപോലെ തന്നെ മെഡിക്കോൺ മെഡിക്കൽ സ്റ്റുഡൻസ് കളക്റ്റീവ്സ് ഓഫ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്നിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കുടുംബശ്രീയും മെഡിക്കോൺ മെഡിക്കൽ സ്റ്റുഡൻസ് കളക്റ്റീവ്സ് ഓഫ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്ന ക്യാമ്പയിൻ എന്താണ്? ഒരു ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിനാണ്. കുടുംബശ്രീയും അതുപോലെ മെഡിക്കോൺ മെഡിക്കൽ സ്റ്റുഡൻസ് കളക്റ്റീവ്സ് ഓഫ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇവർ ചേർന്നിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇനി അടുത്ത് നമ്മളിവിടെ പരിചയപ്പെടുന്ന പുസ്തകത്തോണി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ ഉണ്ടല്ലോ, ആ ബോട്ടുകളിലൊക്കെ യാത്രക്കിടെ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ഒരു സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് പുസ്തകത്തോണി എന്ന് പറയുന്ന പദ്ധതി. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇത് തുടക്കം കുറിച്ചത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ കുമരകം ബോട്ടിലാണ് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത്. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്ന പദ്ധതി. അത് ഇന്നത്തെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഓർമ്മത്തോണി എന്ന് പറയുന്ന പദ്ധതി എന്താണ്? ഡിമെൻഷ്യ, അൽഷിമേഴ്സ് രോഗബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹ്യ സുരക്ഷാ മിഷൻ മറ്റു വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്ന പദ്ധതി. ഡിമെൻഷ്യ സൗഹൃദ കേരളം എന്നതായിരുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഓർമ്മത്തോണിയാണ്, ഇവിടെ എന്താണ്? പുസ്തകത്തോണിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ പുസ്തകത്തോണി ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ്. ഇത് തുടക്കം കുറിക്കുന്നത് ആദ്യമായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ കുമരകം ബോട്ടിലാണ് ഇത് തുടക്കം കുറിക്കുന്നത്. ഇനി സദ്ഗമയ എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. 19 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ പഠന വൈകല്യം, പെരുമാറ്റ വൈകല്യം, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സദ്ഗമയ എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ സദ്ഗമയ എന്ന് പറയുന്ന പദ്ധതി ഹോമിയോപ്പതി വകുപ്പുമായി ബന്ധപ്പെട്ടത്, 19 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ടത്, പഠന വൈകല്യം, പെരുമാറ്റ വൈകല്യം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയെ എന്ത് ചെയ്യണം, അതിൽ നിന്ന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക. ആ ഒരു ലക്ഷ്യത്തിലൂടെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സദ്ഗമയ എന്ന് പറയുന്ന പദ്ധതി. 19 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. 19 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ, പെരുമാറ്റ വൈകല്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് ഹോമിയോപ്പതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സദ്ഗമയ. അപ്പൊ ഇവിടെ ഈ 19 എന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ പലപ്പോഴും 18 എന്നൊക്കെ ആയിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക.
19 എന്നത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ സദ്ഗമയ എന്ന് പറയുന്ന പദ്ധതി 19 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ, പെരുമാറ്റ വൈകല്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് ഹോമിയോപ്പതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സദ്ഗമയ എന്ന പദ്ധതി. ഇനി അടുത്തത് ഇവിടെ നൽകിയിരിക്കുന്ന ചിരി എന്ന് പറയുന്ന പദ്ധതിയാണ്. എത്രയോ തവണ PSC ചോദിച്ച ഒരു പദ്ധതിയാണ്. കേരള പോലീസുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി കേരള പോലീസ് തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണ്. 2020 കോവിഡ് കാലഘട്ടത്തിലാണ് ഇത് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ചിരി എന്ന് പറയുന്ന പദ്ധതി. ഇത് ചിരി ഹെൽപ്പ് ലൈൻ ആണ്. 9497900200 എന്നതാണ് ചിരി പദ്ധതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഒന്നാണ് ക്യാപ്പ് ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാപ്പ് ഹൗസ് എന്ന് പറയുന്നത് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണ്. ഈ ക്യാപ്പ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചിൽഡ്രൻ ആൻഡ് പോലീസ് ഹൗസ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. അതായത് നമ്മുടെ ഈ കേരള പോലീസ് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ചിരി പദ്ധതിയുണ്ട്, അതുപോലെ നമ്മുടെ ഹോപ്പ് പദ്ധതി നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതികൾക്കൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ എന്നിവയെല്ലാം സംയോജിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റിസോഴ്സ് സെന്റർ ആണ് എന്ന് പറയുന്നത് ക്യാപ്പ് ഹൗസ് എന്ന് പറയുന്നത്. ഈ ക്യാപ്പ് ഹൗസിന്റെ പൂർണ്ണരൂപം എന്താണ്? ചിൽഡ്രൻ ആൻഡ് പോലീസ് ഹൗസ് എന്നാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ചിരി പദ്ധതി ഓർത്തിരിക്കണം. അത് കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ്, കേരള പോലീസുമായി ബന്ധപ്പെട്ടതാണ്. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുക എന്ന ലക്ഷ്യമാണ്. 2020 കോവിഡ് കാലത്താണ് തുടക്കം കുറിച്ചത്. ഹെൽപ്പ് ലൈൻ നമ്പർ 9497900200 എന്നതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ. അതുപോലെ ക്യാപ്പ് ഹൗസ് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന് K4 കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിച്ച K4 കെയർ പദ്ധതിയിലൂടെ എന്താണ് മുന്നോട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ രോഗി പരിചരണം, അതുപോലെ തന്നെ ആശുപത്രിയിൽ കൂട്ടിരിപ്പ്, കിടപ്പ് രോഗികളെ നോക്കൽ, പ്രസവാനന്തരം അമ്മയുടെയും കുഞ്ഞിന്റെയും ശുശ്രൂഷ, വയോജന സംരക്ഷണം, ജോലിക്കാരായ മാതാപിതാക്കൾ വരുന്നതുവരെ കുട്ടികളെ പരിചരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ചതാണ് K4 കെയർ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. രോഗി പരിചരണം, അതുപോലെ ആശുപത്രിയിൽ കൂട്ടിയിരിപ്പ്, കിടപ്പ് രോഗികളെ നോക്കൽ, പ്രസവാനന്തരം അമ്മയുടെയും കുഞ്ഞിന്റെയും ശുശ്രൂഷ, വയോജന സംരക്ഷണം, ജോലിക്കാരായ മാതാപിതാക്കൾ വരുന്നവരെ കുട്ടികളെ പരിചരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ച ഒരു പദ്ധതിയാണ് K4 കെയർ എന്ന് പറയുന്ന പദ്ധതി. ഇനി കുടുംബശ്രീയുടെ മുദ്രാവാക്യം കൂടി ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. കുടുംബശ്രീയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും. എന്താണ് നമ്മുടെ കുടുംബശ്രീയുടെ മുദ്രാവാക്യം? സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും, സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും എത്തിച്ചേരുക. പിന്നെന്താണ്? കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും എത്തിച്ചേരുക എന്നതാണ് ഈ പറയുന്ന കുടുംബശ്രീയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് പരിചയപ്പെട്ടത് കുടുംബശ്രീയുടെ മുദ്രാവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും എത്തിച്ചേരുക. ഇതാണ് കുടുംബശ്രീയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പദ്ധതി ഇവിടെ പരിചയപ്പെടുത്തുന്നത് കെടാവിളക്ക് എന്ന് പറയുന്ന പദ്ധതിയാണ്. കെടാവിളക്ക് എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്കും അർഹതയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് കെടാവിളക്ക് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഇപ്പൊ 2 കാറ്റഗറി ഓർത്തിരിക്കുക. ഒന്ന് സർക്കാർ, മറ്റൊന്ന് എയ്ഡഡ് സ്കൂൾ. അപ്പൊ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക്, അപ്പൊ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും, അതോടൊപ്പം തന്നെ അർഹതയുള്ള മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും, പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ്. വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട കെടാവിളക്ക് എന്ന് പറയുന്നത്. എന്ത് ലഭിക്കുകയാണ്? സ്കോളർഷിപ്പ് ലഭിക്കുകയാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട കെടാവിളക്ക് എന്ന് പറയുന്ന പദ്ധതിയാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ OBC വിഭാഗത്തിൽപ്പെട്ട 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്കും, അതേപോലെ തന്നെ അർഹതയുള്ള മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ കെടാവിളക്ക് പദ്ധതി സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ പഠിക്കുന്ന 1 മുതൽ 8 വരെ ക്ലാസ്സിലുള്ള OBC മറ്റ് പിന്നാക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ അവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് കെടാവിളക്ക് എന്ന് പറയുന്ന പദ്ധതി.
ഇനി അടുത്തൊരു പദ്ധതി എന്ന് പറയുന്നത് ദ്യുതി എന്ന് പറയുന്ന പദ്ധതിയാണ്. ദ്യുതി എന്ന് പറയുന്ന പദ്ധതി നമ്മൾ ഈ വൈദ്യുതി എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ല. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിക് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ്. KSEB ബന്ധപ്പെട്ട പദ്ധതിയാണ്. അതായത് നമ്മൾ ഈ കാലപ്പഴക്കം ചെന്ന ലൈനുകൾ, പോസ്റ്റുകൾ ഇതൊക്കെ മാറ്റി സ്ഥാപിക്കുന്നതിനും അതേപോലെ വീടുകൾക്ക് കുറുകെ കടന്നു പോകുന്ന ലൈനുകൾ അപകട സാധ്യത ഉയർത്തുന്നുവെങ്കിൽ അവ മാറ്റുന്നതിനുമൊക്കെ ആയിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ദ്യുതി എന്ന് പറയുന്ന പദ്ധതി. ഇപ്പൊ നമുക്ക് വൈദ്യുത കമ്പി പൊട്ടി വീണതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ട് ലൈൻ ഉണ്ട്, ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ഹോട്ട് ലൈൻ നമ്പർ ഉണ്ട്. അതാണ് 9496010101 എന്നത്. 9496010101 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ദ്യുതി എന്ന് പറയുന്ന പദ്ധതിയാണ്. വൈദ്യുതിയൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ച വൈദ്യുതിയിലെ ദ്യുതി KSEB അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാലപ്പഴക്കം ചെന്ന ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കുന്നതിനും വീടുകൾക്ക് കുറുകെ കടന്നു പോകുന്ന ലൈനുകൾ അപകട സാധ്യത ഉയർത്തുന്നുവെങ്കിൽ അവ മാറ്റാനുമായിട്ട് KSEB രൂപം നൽകിയ പദ്ധതിയാണ് ദ്യുതി എന്ന് പറയുന്ന പദ്ധതി. ഇവിടെ നമ്മളൊരു ഹെൽപ്പ് ലൈൻ നമ്പർ, വൈദ്യുത കമ്പി പൊട്ടി വീണത് ശ്രദ്ധയിൽപ്പെട്ട അറിയിക്കേണ്ട ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും പഠിച്ചു, 9496010101. ഇനി അടുത്ത ഒരു പദ്ധതിയിലേക്ക് വരാം. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സ്പീഡ് എന്ന് പറയുന്ന പദ്ധതിയാണ്. സ്പീഡ് എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണ്. ഭിന്നശേഷി മേഖലയിലെ ഇടപെടലുകൾക്ക് വേഗത കൂട്ടാൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പീഡ് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഈ സ്പീഡ് എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. ഇത് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്ന എന്താണ്? ഭിന്നശേഷി മേഖലയിലെ ഇടപെടലുകൾക്ക് വേഗത കൂട്ടുക. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ സ്പീഡ് എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പദ്ധതിയാണ്. ഭിന്നശേഷി മേഖലയിലെ ഇടപെടലുകൾക്ക് വേഗത കൂട്ടുക. ഇതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ സ്പീഡ് പദ്ധതി പഠിച്ചു. സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണ്. ഭിന്നശേഷി മേഖലയിലെ ഇടപെടലുകൾക്ക് വേഗത കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്പീഡ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. ഈ സ്പീഡ് എന്നതിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഇൻ ഡിസബിലിറ്റീസ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഇൻ ഡിസബിലിറ്റീസ് എന്നാണ് സ്പീഡ് എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം. അടുത്ത ഒരു പദ്ധതി നമ്മൾ പഠിക്കുന്നത് ഗോസമൃദ്ധി എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഗോസമൃദ്ധി, ഗോ എന്നതിൽ നിന്ന് കന്നുകാലിയുമായി ബന്ധപ്പെട്ടതാണ്, നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പൊ കേരളത്തിലെ ക്ഷീര കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഗോസമൃദ്ധി എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ കേരളത്തിലെ ക്ഷീര കർഷകരുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ക്ഷീര കർഷകരുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. അപ്പൊ ഈ ക്ഷീര കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്നതിനായിട്ട് നടപ്പിലാക്കുന്ന കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയാണ്. കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഗോസമൃദ്ധി എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് 2912 ഇതിന്റെ പരിരക്ഷ തുക എന്ന് പറയുന്നത് 65,000 രൂപയാണ്. അപ്പോൾ ഗോസമൃദ്ധി എന്ന് പറയുന്നാൽ കേരളത്തിലെ ക്ഷീര കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്നതിനായിട്ട് നടപ്പിലാക്കി വരുന്ന കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയാണ് ഗോസമൃദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഗോസമൃദ്ധി ക്ഷീരകർഷകരുമായി ബന്ധപ്പെട്ടതാണ്. കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയാണ്. 2912 ഇതിന്റെ പ്രീമിയം. 65,000 രൂപയാണ് ഇതിന്റെ പരിരക്ഷ തുക എന്ന് പറയുന്നത്. അടുത്ത ഒരു പദ്ധതിയാണ് സഹജ എന്ന് പറയുന്ന പദ്ധതി. സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സഹജ എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ എന്താണ് സഹജ എന്ന് പറയുന്ന പദ്ധതി? സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇത് 2022 മാർച്ച് 8 നിലവിൽ വന്ന വനിതാ ദിനത്തിനാണ് നിലവിൽ വന്നത്. ലോക വനിതാ ദിനത്തിനാണ് നിലവിൽ വന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടെന്നാണ് സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ പദ്ധതിയാണ് സഹജ എന്ന പദ്ധതി. അപ്പൊ സഹജ എന്ന് പറയുന്ന പദ്ധതി സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ പദ്ധതിയാണ് സഹജ പദ്ധതി. 2022 മാർച്ച് 8 നിലവിൽ വന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടിക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇത് പൂർണ്ണ രൂപമാണ് ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്ന് പറയുന്നത്. ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ്
ഇന്നോവേഷൻ സെന്റർ, കേരള ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ. അപ്പൊ ഇവിടെ KTIC എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ എന്താണ് KTIC എന്ന് പറയുന്ന പദ്ധതി? പട്ടികവർഗ യുവാക്കളുടെ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനും യുവാക്കളെ സ്വയം പര്യാപ്തമാക്കുന്നതിനുമായിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് KTIC എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഈ ഒരു പദ്ധതിയും എന്തുമായി ബന്ധപ്പെട്ടതാണ്? കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. പട്ടികവർഗ യുവാക്കളുടെ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനും യുവാക്കളെ സ്വയം പര്യാപ്തമാക്കുന്നതിനുമായിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് ട്രൈബൽ എന്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ അല്ലെങ്കിൽ KTIC എന്ന് പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ രൂപീകരിച്ച കേരള എംപവർമെന്റ് സൊസൈറ്റി, അതിന്റെ പേരാണ് ഉന്നതി എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് എന്ത്? ഉന്നതി എന്ന് പറയുന്നത്. ആ ഉന്നതി വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ രൂപീകരിച്ച കേരള എംപവർമെന്റ് സൊസൈറ്റിയാണ് ഉന്നതി എന്ന് പറയുന്നത്. ആ ഉന്നതി വഴിയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് KTIC എന്ന് പറയുന്ന പദ്ധതിയാണ്, ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ. പട്ടികവർഗ യുവാക്കളുടെ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനും യുവാക്കളെ സ്വയം പര്യാപ്തമാക്കാനുമായിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് KTIC എന്ന് പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ രൂപീകരിച്ച കേരള എംപവർമെന്റ് സൊസൈറ്റി ഉന്നതി വഴിയാണ് ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. നമ്മുടെ അടുത്ത ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് പരിചയപ്പെടുത്തുന്നത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ. ഒന്നാമതായിട്ട് പരിചയപ്പെടുന്നു കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിവിധ പദ്ധതികൾ വഴി ലഭ്യമാക്കുന്ന സേവനങ്ങൾ. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ വിവിധ പദ്ധതികൾ വഴി ലഭ്യമാകുന്ന സേവനങ്ങൾ. അപ്പോൾ വിവിധ പദ്ധതികൾ വഴി ലഭ്യമാകുന്ന സേവനങ്ങൾ ഇതൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു കൊമേഴ്സ് ആപ്ലിക്കേഷനാണ്. ഒരു കൊമേഴ്സ് ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ പരിചയപ്പെട്ട പോക്കറ്റ് മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ പോക്കറ്റ് മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും വിവിധ പദ്ധതികൾ വഴി ലഭ്യമാക്കുന്ന സേവനങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കാനുമുള്ള കൊമേഴ്സ് ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പോക്കറ്റ് മാർട്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ വിവിധ പദ്ധതികൾ വഴി ലഭ്യമാക്കുന്ന സേവനങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കൊമേഴ്സ് ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഒരു പോർട്ടലാണ്. എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഒരു പോർട്ടലാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായിട്ടുള്ള ഒരു റവന്യൂ വകുപ്പിന്റെ ഒരു പോർട്ടലാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേ ഉണ്ട്. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേ ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ റവന്യൂ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു പോർട്ടലാണ് ഏതെന്ന് പറയുന്നത് എൻ്റെ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായിട്ട് റവന്യൂ വകുപ്പിന്റെ ഒരു പോർട്ടലാണ് നമ്മളിവിടെ പരിചയപ്പെട്ട എൻ്റെ ഭൂമി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്, ഇതാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. രാജ്യത്തെ ആദ്യ സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനമാണ് ഏത്? എൻ്റെ ഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനമാണ് എൻ്റെ ഭൂമി എന്ന് പറയുന്നത്. ഇത് 2024 ഒക്ടോബർ 22 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2024 ഒക്ടോബർ 22 നമ്മുടെ മുഖ്യമന്ത്രി എവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്തു? തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഒരു പോർട്ടലാണ് കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായിട്ട് റവന്യൂ വകുപ്പ് തുടക്കം കുറിച്ച ഒരു പോർട്ടലാണ് എൻ്റെ ഭൂമി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ് ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. രാജ്യത്തെ ആദ്യ സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എൻ്റെ ഭൂമിയാണ്. രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനം എൻ്റെ ഭൂമി 2024 ഒക്ടോബർ 22 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ്
ഉദ്ഘാടനം ചെയ്തു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരു പദ്ധതി നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് കനസ് ജാഗ എന്ന് പറയുന്ന പദ്ധതിയാണ്. അതിന്റെ അർത്ഥം സ്വപ്ന സഫലം എന്നാണ്. കനസ് ജാഗ, സ്വപ്ന സഫലം. ആദിവാസി മേഖലയിലെ കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വളരാനും വ്യത്യസ്ത മേഖലയിൽ പ്രാവീണ്യം നേടാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കനസ് ജാഗ. അതിന്റെ അർത്ഥം വരുന്നത് സ്വപ്ന സഫലം എന്നാണ്. അപ്പൊ ഈ ഒരു പദ്ധതിയും ആരുമായി ബന്ധപ്പെട്ടതാണ്? കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ എന്താണ് കനസ് ജാഗ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്നത്? ആദിവാസി മേഖലയിലെ കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വളരാനും വ്യത്യസ്ത മേഖലയിൽ പ്രാവീണ്യം നേടാനും പ്രാപ്തരാക്കുക. ഈ ഒരു ലക്ഷ്യത്തിൽ കുടുംബശ്രീ മുന്നോട്ട് വെക്കുന്ന പദ്ധതിയാണ് എന്ത്? നമ്മളിവിടെ പരിചയപ്പെട്ട കനസ് ജാഹ എന്ന് പറയുന്ന പദ്ധതി. ഈ കനസ് ജാഹ പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു ഹ്രസ്വ ചലച്ചിത്രമേള നടക്കുകയുണ്ടായിരുന്നു. അത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ വെച്ചിട്ടാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കൊച്ചിയിൽ വെച്ചിട്ടാണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടതാണ് കനസ് ജാഹ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹ്രസ്വ ചലച്ചിത്ര മേള നടന്നു. അത് എവിടെ വെച്ചിട്ടാണ്? കൊച്ചിയിൽ വെച്ചിട്ടാണ്. നമ്മളിവിടെ പരിചയപ്പെട്ടത് കനസ് ജാഹ എന്ന് പറയുന്ന പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി ആദിവാസി മേഖലയിലെ കുട്ടികളുടെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വളരാനും വ്യത്യസ്ത മേഖലയിൽ പ്രാവീണ്യം നേടാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് കനസ് ജാഹ എന്ന പദ്ധതി. ഇതിന്റെ മലയാള അർത്ഥം സ്വപ്ന സഫലം എന്നാണ്. കുടുംബശ്രീയാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ കനസ് ജാഹ പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു ഹ്രസ്വ ചലച്ചിത്ര മേള നടക്കുകയുണ്ടായിരുന്നു. അത് കൊച്ചിയിൽ വെച്ചിട്ടാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ഒരു പദ്ധതി മഞ്ചാടി എന്ന് പറയുന്ന പദ്ധതിയാണ്. മഞ്ചാടി എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ ഈ ഗണിത പഠനത്തിൽ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കെ ഡിസ്കുമായിട്ട് ബന്ധിപ്പിച്ച് കേരള സർക്കാരിന് കീഴിലുള്ളതാണ് കെ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് മഞ്ചാടി എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഇവിടെ നമ്മൾ ഗണിത പഠനത്തിൽ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായിട്ട്, അപ്പൊ ഇതിലൂടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വെക്കുന്നത് ഗണിത പഠനത്തിൽ പിന്നോക്കാവസ്ഥ പരിഹരിക്കുക. ഗണിത പഠനത്തിൽ പിന്നാക്കാവസ്ഥ പരിഹരിക്കുക. പിന്നാക്കാവസ്ഥ എന്ത് ചെയ്യുക? പരിഹരിക്കുക. അപ്പൊ ആ ഒരു ലക്ഷ്യത്തില് കെ ഡിസ്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് മഞ്ചാടി എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ മഞ്ചാടി എന്ന് പറയുന്ന പദ്ധതി ഗണിത പഠനത്തിൽ പിന്നോക്കാവസ്ഥ പരിഹരിക്കുക, കെ ഡിസ്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പൊ ഗണിത പഠനത്തിൽ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കെ ഡിസ്കുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് മഞ്ചാടി എന്ന പദ്ധതി. അടുത്തത് സ്നേഹിത എന്ന് പറയുന്ന പദ്ധതിയാണ്. സ്നേഹിത എന്ന് പറയുന്ന പദ്ധതി അതിജീവിതകൾക്ക് അഭയവും കരുത്തുമായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത എന്ന് പറയുന്നത്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് നമ്മളിവിടെ പരിചയപ്പെട്ട സ്നേഹിത എന്ന് പറയുന്നത്. കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് ഇത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് അതിജീവിതകൾക്ക് അഭയവും കരുത്തുമായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ പേരെന്താന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സ്നേഹിത എന്നാണ്. അതിജീവിതകൾക്ക് അഭയവും കരുത്തുമായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത എന്ന് പറയുന്നത്. അടുത്തത് ഉജ്ജീവനം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇതും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. ഉജ്ജീവനം എന്ന് പറയുന്ന പദ്ധതിയും കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ കുടുംബങ്ങളെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ കുടുംബങ്ങളെ സഹായിക്കുക. കുടുംബങ്ങളെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്ന ഉജ്ജീവനം എന്ന് പറയുന്ന പദ്ധതി. സംസ്ഥാനത്തെ അതിദാരിദ്ര്യ കുടുംബങ്ങളെ സഹായിക്കാനുള്ള ഉജ്ജീവനം പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് കുടുംബശ്രീ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ്? കുടുംബശ്രീ. സംസ്ഥാനത്തെ അതിദാരിദ്ര്യ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആരെന്ന് വെച്ചാൽ കുടുംബശ്രീ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തൊരു പദ്ധതിയാണ് തെളിമ എന്ന് പറയുന്ന പദ്ധതി. തെളിമ എന്ന് പറയുന്ന പദ്ധതി റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട്
സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. അപ്പൊ തെളിമ എന്ന് പറയുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഭൂരിപക്ഷം വേണമെങ്കിൽ ചോദിക്കാം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ പരിഹരിക്കാനായിട്ടാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ഏത് പദ്ധതി തുടക്കം കുറിച്ചത്? തെളിമ എന്ന് പറയുന്ന പദ്ധതി തുടക്കം കുറിച്ചത്. അപ്പൊ ഇതെന്താണ്? റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക. പരാതികൾ എന്ത് ചെയ്യുക? പരിഹരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ തെളിമ എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ആരാണ് നേതൃത്വം കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. തെളിമ എന്ന് പറയുന്ന പദ്ധതി റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അടുത്തൊരു പദ്ധതി ഏകാരോഗ്യ പദ്ധതിയാണ്. എന്താണ് ഈ ഏകാരോഗ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ? മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം തന്നെ മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി എന്ന് പറയുന്നത്. ഏകാരോഗ്യ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം തന്നെ മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക. പകർച്ചവ്യാധികളെ തടയുക. ഈ ഒരു ലക്ഷ്യത്തിൽ വന്നതാണ് ഏകാരോഗ്യ പദ്ധതി. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളെയും പ്രകൃതിയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഒരു പദ്ധതി പഠിപ്പിച്ചപ്പോൾ ഉന്നതി വഴിയാണ് നടപ്പിലാക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കാം, എന്താണ് ഉന്നതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായിട്ട് കേരള സർക്കാർ നടത്തുന്ന ഒരു സാമൂഹിക ശാക്തീകരണ സംരംഭമാണ് ഇതെന്ന് പറയുന്നത് ഉന്നതി എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ SC/ST വിഭാഗക്കാരുടെ ക്ഷേമത്തിനും ST വിഭാഗക്കാരുടെ ക്ഷേമത്തിനും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവും. പദ്ധതികൾ ഇതിന്റെ നടത്തിപ്പിനും ഒക്കെ ആയിട്ട് കേരള സർക്കാർ നടത്തുന്ന, കേരള ഗവൺമെന്റ് നടത്തുന്ന ഒരു സാമൂഹിക ശാക്തീകരണ സംരംഭമാണ്. സാമൂഹിക ശാക്തീകരണ സംരംഭമാണ് ഏതെന്ന് പറയുന്നത് ഉന്നതി എന്ന് പറയുന്നത്. സാമൂഹിക ശാക്തീകരണ സംരംഭം, അതാണ് ഏത് ഉന്നതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടത് ഉന്നതി എന്തെന്നാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭമാണ് ഉന്നതി എന്ന് പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭത്തിന്റെ പേര് ഉന്നതി എന്നാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിജ്ഞാന കേരളം എന്നതാണ്. വിജ്ഞാന കേരളം. വിജ്ഞാന കേരളം എന്നാൽ കേരള നോളജ് എക്കണോമിക് മിഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവ സഹകരിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത് കേരള നോളജ് എക്കണോമിക് മിഷൻ ആണ്. കേരള നോളജ് എക്കണോമിക് മിഷൻ ആണ്. എക്കണോമിക് മിഷൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ കേരള നോളജ് എക്കണോമിക് മിഷൻ എന്തുമായിട്ട് സഹകരിച്ചുകൊണ്ട്? നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് സഹകരിച്ചുകൊണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് സഹകരിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക. തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക. ആ ഒരു ഇതിലാണ് നമ്മൾ ഈ പറയുന്ന വിജ്ഞാന കേരളം എന്ന് പറയുന്ന പദ്ധതി മുന്നോട്ട് വെക്കുന്ന കാര്യം ഓർത്തിരിക്കുക. ഈ അടുത്തൊരു പദ്ധതിയാണ് വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന പദ്ധതി. IT വികസനത്തിനായിട്ട് 2024 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് വർക്ക് നിയർ ഹോം എന്ന് പറയുന്നത്. ഇത് IT മേഖലയുടെ വികസനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. ഇത് പ്രഖ്യാപിക്കുന്നത് 2024 കേരള ഗവൺമെന്റിന്റെ ബജറ്റിലാണ്. കേരളത്തിൽ ആദ്യത്തെ വർക്ക് നിയർ ഹോം സജ്ജമാക്കുന്നത് എവിടാന്ന് ചോദിച്ചാൽ കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിലാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട വർക്ക് നിയർ ഹോം IT വികസനത്തിനായിട്ടാണ്. അത് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ സജ്ജമാക്കുന്നത് കൊട്ടാരക്കരയിലാണ്. ഇനി അടുത്തൊരു പദ്ധതി പരിചയപ്പെടുന്നത് കണക്ടിങ് ദ അൺകണക്ട് എന്ന് പറയുന്ന പദ്ധതിയാണ്. നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന പദ്ധതിയുടെ പേര് കണക്ടിങ് ദ അൺകണക്റ്റഡ് എന്നതാണ്
പദ്ധതിയുടെ പേര്. അൺകണക്റ്റഡ് എന്നതാണ് പദ്ധതിയുടെ പേര്. ഈ ഒരു പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്നത്, കണക്ടിങ് ദ അൺകണക്റ്റഡ് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള കെ-ഫോൺ പദ്ധതിയാണ്. അപ്പൊ കെ-ഫോൺ എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ സംരംഭമാണ്. അപ്പൊ ആ കെ-ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ കെ-ഫോൺ വഴി നമ്മുടെ ഈ പറയുന്ന സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ആദിവാസി മേഖലകളെ മുഴുവൻ എന്താക്കുകയാണ്? ഡിജിറ്റലൈസ് ആക്കുകയാണ്. ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന കെ-ഫോൺ എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് കണക്ടിങ് ദ അൺകണക്റ്റഡ് എന്ന് പറയുന്ന പദ്ധതിയാണ്. കെ-ഫോൺ വഴി സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കണക്ടിങ് ദി അൺകണക്റ്റഡ് എന്ന് പറയുന്ന പദ്ധതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. തുടർന്നുള്ള ക്ലാസ്സിലൂടെ നമുക്ക് പരിചയപ്പെടാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ പദ്ധതികൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പദ്ധതികളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.